റാസ അലീഫ് സ്ത്രീയാണ്, ഡോക്ടറാണ്. ഏകദേശം 45ഓളം വയസ്സ് വരും. ലെബനീസ് സിറ്റിസണാണ്. ഇവർ അമേരിക്കയിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ സ്കൂളിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയായിരുന്നു. ഇവര് തിരിച്ച് അമേരിക്കയിലോട്ട് വരുന്ന സമയത്ത് ഇവരോട് അവിടുത്തെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇവർ അടുത്ത ഫ്ലൈറ്റിൽ തന്നെ കയറ്റി തിരിച്ച് ലെബനനിലോട്ട് അങ്ങ് വിട്ടു. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ ഷിയ മുസ്ലിം വിശ്വാസിയായ റാസ അലീഫിനെ അമേരിക്കയിൽ നിന്ന് തിരിച്ചയച്ചതിന്റെ കാരണം എന്താ? പല വാർത്തകൾ വരുന്നുണ്ട്, ഗ്ലോബൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലെബനീസ് മീഡിയ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇവർ അറിയപ്പെടുന്ന ഒരു നെഫ്രോളജി ഡോക്ടറായിരുന്നു. അതിൻ്റെ മാസ്റ്റേഴ്സും അതിൻ്റെ മറ്റുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിനൊക്കെ വേണ്ടിയാണ് അവർ അമേരിക്കയിൽ വരുന്നത്. വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു. അതിനുശേഷം അവർ ഓഹിയോ യൂണിവേഴ്സിറ്റി പഠിച്ചു, മറ്റൊരു ഫെലോഷിപ്പ് എടുത്തു നെഫ്രോളജിയുമായി ബന്ധപ്പെട്ട്. അതിനുശേഷമാണ് ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഇവർ ജോയിൻ ചെയ്യും. നല്ല ടീച്ചറാണ്. ഇവരൊരു കടുത്ത ഷിയ അനുഭാവിയാണ്. അതിനേക്കാളുപരി ഹിസ്ബുള്ളയ്ക്ക് സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ടിരുന്നു. ഇവർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ അകത്തുനിന്ന് 75% അത് അവര് ഷിയ അനുകൂല സംഘടനയായ ഹിസ്ബുള്ളയ്ക്ക് ഇവർ അയച്ചുകൊണ്ടിരുന്നു കൃത്യമായിട്ട്. എന്നിട്ട് ഇവർക്കറിയാവുന്ന പല ഷിയ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുണ്ട്. അവരുടെ ഇന്ന് കോൺട്രിബ്യൂഷൻ മേടിച്ചിട്ട് അത് ഈ ഹിസ്ബുള്ളയ്ക്ക്, കാരണം ടെററിസം നടത്താൻ വേണ്ടി ഇവർ സ്ഥിരമായിട്ടായി പണം അയച്ചുകൊണ്ടിരുന്നു. ഇവരെ പറ്റി മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങളാണ് അറിയുന്നത്. അമേരിക്ക പ്രകോപിപ്പിക്കാനുണ്ടായ കാരണം ഈ ഹിസ്ബുള്ളയുടെ ചീഫ് നസറുള്ള, അയാളുടെ ശവസംസ്കാര ചടങ്ങ് നടന്ന സമയത്ത് അതിന് തൊട്ടു മുമ്പായിട്ടാണ് അമേരിക്കയിൽ നിന്നും പോകുന്നത്. അതിൽ പങ്കെടുക്കാൻ പോയതാണ് അവർ ആ സ്റ്റേഡിയത്തിൽ നിന്ന് ഫ്യൂണറൽ സർവീസിൽ. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ പോവുകയും അതിനുശേഷം തിരിച്ച് അവിടെയൊക്കെ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് ലെബനനിൽ തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്താണ്, തിരിച്ച് ജോലി സ്ഥലമായ അമേരിക്കയിൽ ഗ്രീൻ കാർഡ് ഹോൾഡറാണ്. അപ്പോൾ അവിടെ വരുന്ന സമയത്താണ് അവിടുത്തെ സെക്യൂരിറ്റി ഓഫീഷ്യൽസ് എയർപോർട്ടിൽ വെച്ച് ഇവരെ പിടിക്കുകയും തിരിച്ച് അടുത്ത ഫ്ലൈറ്റിന് അയക്കുകയും ചെയ്തു. ഇപ്പം ചില മീഡിയകളൊക്കെ പറയുന്നു ഈ പറയുന്ന റാസ അലീഫ് എന്ന് പറയുന്നവർ ഈ ഹിസ്ബുള്ളയുടെ തലവനായ കൊല്ലപ്പെട്ട നസറുള്ളയുടെ ക്ലോസ് ആയിട്ടുള്ള ഗേൾ ഫ്രണ്ട് കൂടിയായിരുന്നു. ഇവരേകദേശം 8-10 പ്രാവശ്യം ഇവർ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഈ സ്ത്രീ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അമേരിക്ക ഭയങ്കര സംശയം. ഇത്രയും അടുപ്പം ഉണ്ടായിട്ട് പോലും അമേരിക്കൻ ഇൻ്റലിജൻസിന് ഇവരെ ഫോളോ ചെയ്യാൻ പറ്റിയില്ല. അതൊരു ഭയങ്കര രസകരമായ സംഭവമാണ്. ഗേൾ ഫ്രണ്ട് ആയിട്ട് 10 പ്രാവശ്യം നേരിട്ട് കണ്ടു. അതായത് ലെബനനിൽ പോയി നേരിട്ട് കണ്ടു, ഇവർ സംസാരിച്ചിരുന്നു, ഇവർക്ക് ഇത്രയും ഫണ്ട് അയച്ചിരുന്നു. പല ചാനലിൽ കൂടെ അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന സാലറി മറ്റ് പല ചാനലിൽ കൂടെ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി അയച്ചിരുന്നു. അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിൽ നിന്നും പണം വാങ്ങിയിട്ട് നസറുള്ളയുടെ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി പണം അയച്ചിരുന്നു. ഇവർ കടുത്ത രീതിയിൽ ഒരു ഖമേനിയുടെ ആരാധിക കൂടിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഖമേനിയുടെ ഹിസ്ബുള്ളയുടെ ആരാധിക എന്ന് പറയുന്നത് അവിടെ ഒരു വിധത്തിലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഒരു രാജ്യമാണ് ഇറാൻ. ആ ഖമേനിയുടെ ആരാധികയും ഹിസ്ബുള്ളയുടെ നസറുള്ളയുടെ ഗേൾ ഫ്രണ്ടും കൂടിയായിരുന്നു ഈ റാസ അലീഫ്. ഓർക്കുമ്പോൾ തന്നെ ഭയമാകുന്നു. അവർക്കൊക്കെ ഇങ്ങനെ ഡോക്ടറാകാൻ സാധിക്കുന്നു. കാരണം 1% പോലും സ്ത്രീകൾക്ക് എവിടെയും സ്വാതന്ത്ര്യം കൊടുക്കരുത് എന്ന് പറയുന്നതാണ് ഇറാനിയൻ സർക്കാർ. അവിടുത്തെ സുപ്രീം ലീഡർ എന്ന് പറയുന്ന അലി ഖമൈനി. അപ്പോൾ അയാളുടെ ആരാധിക, ഹിസ്ബുള്ള തപ്പൻ്റെ ഗേൾ ഫ്രണ്ട്, എല്ലാം കൂടെ ക്ലബ് ചെയ്തൊരു സ്ത്രീ, അത് മെഡിക്കൽ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ലൊരു ഡോക്ടറും കൂടിയാണ് ഇവർ. അത് യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ത്രീയെ അമേരിക്ക നാട് കടത്തിയപ്പോൾ അമേരിക്കയിൽ ഇഷ്യൂ ആയി. കാരണം അമേരിക്കൻ കോർട്ടിനെ എതിർത്തിട്ടാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചെയ്തതെന്നും പറഞ്ഞ് അവിടെ അതിൻ്റെ ടോക്സും കോൺട്രവേഴ്സിയും ഉണ്ടാകാൻ തുടങ്ങി. പക്ഷെ ട്രംപ് ഇതിനൊക്കെ പുല്ല് വിലയാണ് കൽപ്പിച്ചിരിക്കുന്നത്. എന്ത് കോർട്ടാണെങ്കിലും ആരൊക്കെയാണ് ഇസ്രായേലിനെതിരെ നിന്ന് അവരെ മുഴുവനും നാട് കടത്തും. ഇതാണ് ട്രംപിൻ്റെ പോളിസി. അതിനകത്ത് കോർട്ടല്ല, ആര് പറയും ട്രംപ് കേൾക്കില്ല. മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഞാനിത് പറയുന്ന ഈ കേൾക്കുന്ന മലയാളികളായ പല ആൾക്കാർക്കും പല സുഡാപ്പികൾക്കും പല ആൾക്കാരോടും പറയുന്നൊരു സംഭവമാണ്. ഒരു ചെറിയൊരു കാര്യമാണ്.
ട്രംപിൻ്റെ ഉള്ളിലിരിപ്പ് വളരെ കൃത്യം ക്ലിയറാണ്. ഇസ്രായേലിനെതിരെ പ്രകടനം നടത്തിയ ഹിസ്ബുള്ളയുടെ ആരാധികമാരും ഹമാസിൻ്റെ ആരാധകന്മാരും ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്ന അമേരിക്കയുമായിട്ട് താല്പര്യമുള്ള രാജ്യങ്ങൾ, അതായത് അലയൻസ് പാർട്ട്നേഴ്സ്, അവിടുന്ന് ഈ ട്രംപ് അവരെ വെച്ചോണ്ടിരിക്കത്തില്ല അവിടെ. അത് വളരെ കൃത്യമാണ് ഈ സംഭവം. ഇതിനി അവിടെ തുടങ്ങി ഉറപ്പായിട്ടും ഇത് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ ഏറ്റവും ക്ലോസ് രാജ്യങ്ങളാണ് UAEയും സൗദിയും. അവരും ഈ നടപടി എടുക്കാൻ തുടങ്ങും. കാരണം ട്രംപുമായിട്ട് അത്ര ബന്ധമാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കും. കാരണം ട്രംപ് ഉറപ്പായിട്ട് ഇത് പറയും, ഇവിടെ ഹമാസും ഹിസ്ബുള്ളയും ഇതേപോലെ ഭീകരപ്രവർത്തകരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ പുറത്താക്കാൻ പറയും. അതിലേറ്റവും കൂടുതൽ പുറത്താകുന്ന മലയാളികളായിരിക്കും. നിങ്ങളിത് കരുതിയിരിക്കുക. കാരണം ഞാനിത് പ്രെഡിക്റ്റ് ചെയ്ത് പറയാം. ട്രംപ് ഇത് ആവശ്യപ്പെടും. കാരണം ട്രംപ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എബ്രഹാം അക്കോർഡ് നടപ്പിലാക്കും. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഈ സൗദിയുമായിട്ടും UAEയുമായിട്ടും വരാൻ പോകുന്ന ഒരു വർഷത്തിനുള്ളിൽ വലിയ ബന്ധം ഉണ്ടാകാൻ പോവുകയാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം അവിടെ ഇൻവെസ്റ്റ് ചെയ്യും. അവിടെ നിങ്ങൾ ഏതെങ്കിലും പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളെയും പുറത്താക്കുകയല്ല, നിങ്ങളെ പിന്നെ തിരിച്ചൊറ്റ രാജ്യത്ത് കയറ്റാൻ പറ്റാത്ത സ്ഥിതിയിലാക്കി മാറ്റും. ഡീപ്പോർട്ട് ചെയ്യുക മാത്രമല്ല. കാരണം ട്രംപ് ഉണ്ടാക്കിയെടുത്ത സാധനമാണ് അബ്രഹാം അക്കോർഡ്. അത് അയാൾ ഫുള്ളി ഫർദറായിട്ട് അത് പൂർണ്ണമായിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യും. സൗദിയും കൂടെ ചേർക്കും, മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളെയും ചേർത്ത് ഇത് വിപുലീകരിക്കും. അവിടെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ സോഷ്യൽ മീഡിയയിലോ ഈ പറഞ്ഞ ഇസ്രായേലിനെതിരെ ഹമാസിന് അനുകൂലമായിട്ടോ ഹിസ്ബുള്ളയ്ക്ക് അനുകൂലമായിട്ടോ ഇറാൻ അനുകൂലമായിട്ടോ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചു എന്ന് അറിഞ്ഞാൽ, കാരണം അത് സ്കാൻ ചെയ്യും, ശരിക്കും മോണിറ്റർ ചെയ്യും, ഞാൻ തീർത്തും പറയാൻ നിങ്ങൾ അവർ പുറത്താക്കും. കാരണം ഈ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് ഭീകരം പ്രവർത്തനത്തിനെതിരെ നിൽക്കാൻ പോവുകയാണ്. ട്രംപാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വളരെ കരുതിയിരിക്കുക. കാരണം ഈ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ ന്യൂയോർക്ക് പോസ്റ്റും മറ്റ് പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ഇതേ നിയമം ട്രംപ് ആവശ്യപ്പെടും UAEയോടും സൗദിയോടും നടപ്പിലാക്കാൻ. ഒരു കാരണവശാലും ഹമാസ് അനുകൂലികൾക്കും ഇറാൻ അനുകൂലികൾക്കും ഹിസ്ബുള്ള ഹൂത്തി അനുകൂലികൾക്ക് ഈ രാജ്യങ്ങളിൽ നിൽക്കാൻ പറ്റില്ല. കൃത്യമായത് ഇസ്ലാമിക രാജ്യങ്ങൾ അതൊക്കെ സത്യമാണ്. പക്ഷെ ജിയോ പൊളിറ്റിക്സ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരും ട്രംപിൻ്റെ വേയിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ അഡ്വൈസ് നിങ്ങൾക്ക് തരുന്നത്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാം. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.